ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലേ? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ രണ്ട് തവണ ഒരുമിച്ച് ക്യാ പറഞ്ഞാലോ? ക്യാ 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 ക്യാ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ക്യാ ക്യാ എന്ന് പറഞ്ഞാലോ എന്തൊക്കെ. എല്ലാവർക്കും നമ്മുടെ ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായ സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും അറിയാം ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലേ? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ രണ്ട് തവണ ഒരുമിച്ച് ക്യാ പറഞ്ഞാലോ? ക്യാ 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 ക്യാ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ക്യാ ക്യാ എന്ന് പറഞ്ഞാലോ എന്തൊക്കെ. അല്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇങ്ങനെ പറയാറുണ്ട്. വളരെ സാധാരണയാണ്, വളരെ കോമൺ ആയിട്ട് പറയുന്ന വേർഡാണ് ക്യാ ക്യാ, എന്തൊക്കെ. ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അപ്പോൾ ആ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇസ്മേ ക്യാ ഹേ, ഇസ്മേ ക്യാ ഹേ. ഇസ്മേ എന്ന് പറഞ്ഞാൽ ഇതിൽ, ക്യാ ഹേ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ ഇസ്മേ ക്യാ ഹേ, ഇതിലെന്താണ്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കണം ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കണം. ഇതിൽ എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള സെൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാ ക്യാ ഒരുമിച്ച് പറയണം. എങ്ങനെ? ഇസ്മേ ക്യാ ക്യാ ഹേ, ഇസ്മേ ക്യാ ക്യാ ഹേ, ഇസ്മേ ക്യാ ക്യാ ഹേ, ഇതിലെന്തൊക്കെയാണ്. ഇനി അടുത്തൊരു ഉദാഹരണം പറയാണ്. ഞാൻ ചോദിക്കുകയാണ് അവിടെ എന്താണ് എന്ന് ചോദിക്കണം. അവിടെ എന്താണ്. വഹാ ക്യാ ഹേ, വഹാ ക്യാ ഹേ, അല്ലെങ്കിൽ ഉദർ ക്യാ ഹേ. ഓക്കെ, അവിടെ എന്താണ്. ഇനി എനിക്ക് ചോദിക്കണം അവിടെ എന്തൊക്കെയാണ് ചോദിക്കണം. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് അവിടെ എന്തൊക്കെയുണ്ട് ചോദിക്കണം ഹിന്ദിയിൽ. അവർ ചോദിക്കാം വഹാ ക്യാ ക്യാ ഹേ, വഹാ ക്യാ ക്യാ ഹേ, അല്ലെങ്കിൽ ഉദർ ക്യാ ക്യാ ഹേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, അതുപോലെ ക്യാ ക്യാ എന്ന് പറഞ്ഞാലോ എന്തൊക്കെ. ഇനി അടുത്തതാണ് കഹാ. കഹാ എന്ന് പറഞ്ഞാൽ എവിടെ. കഹാ എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പം കഹാ കഹാ രണ്ട് തവണ ഒരുമിച്ച് പറഞ്ഞാലോ കഹാ കഹാ, എവിടൊക്കെ എന്നായി. കഹാ എന്ന് പറഞ്ഞാൽ എവിടെ, കഹാ കഹാ എവിടൊക്കെ. ഇനി ഞാനൊരു ഉദാഹരണം പറയാണ്. അവൻ എവിടെ, അവൻ എവിടെ. വോ കഹാ ഹേ, വോ കഹാ ഹേ, വോ കഹാ ഹേ, അവൻ എവിടെയായി. ഇനി എനിക്ക് കഹാ കഹാ ഒരുമിച്ച് പറയണം. ഞാനൊരു ഉദാഹരണം പറയാണ്. ഫോർ എക്സാമ്പിൾ, ഇതാ എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാട്ടോ, നിങ്ങൾ എന്നോട് പറയാണ് ഞാൻ ഈ പേന എവിടേക്കോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ എന്നോട് പറയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഹാ കഹാ ദേക്ക, കഹാ കഹാ ദേക്ക, കഹാ കഹാ ദേക്ക എന്ന് പറഞ്ഞാൽ എവിടൊക്കെയാണ് കണ്ടത്. കഹാ കഹാ ദേക്ക. ഓക്കെ, അപ്പോൾ കഹാ എന്ന് പറഞ്ഞാൽ എവിടെ, കഹാ കഹാ എന്ന് പറഞ്ഞാലോ എവിടൊക്കെ. ഇനി അടുത്തതാണ് കോൻ. കോൻ, കോൺ എന്ന് പറഞ്ഞാൽ ആര്, കോൺ. അപ്പോൾ രണ്ട് തവണ കോൺ കോൺ പറഞ്ഞാലോ കോൺ കോൺ, കോൺ കോൺ, കോൺ കോൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ. കോൺ എന്ന് പറഞ്ഞാൽ ആര്, കോൺ കോൺ ആരൊക്കെ. ഒരു ഉദാഹരണം പറയാം. കോൺ ആയേഗ, കോൺ ആയേഗ, ആര് വരും. കോൺ ആയേഗ, ആര് വരും. ഇനി എനിക്ക് ചോദിക്കണം ആരൊക്കെ വരും ചോദിക്കണം. ആരൊക്കെ വരും, ആരൊക്കെ വരും. കോൺ കോൺ ആയേഗ, കോൺ കോൺ ആയേഗ. വളരെ കോമൺ ആണ്. ഹിന്ദിക്കാർ വളരെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡുകൾ അതൊക്കെ. രണ്ട് തവണ കോൺ കോൺ, കഹാ കഹാ, ക്യാ ക്യാ. കോൺ കോൺ ആയേഗ, ആരൊക്കെ വരും. ഇപ്പം ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാം. ചായ്. ഓക്കെ, ചായ് കോൺ പിയേഗ, ചായ് കോൺ പിയേഗ. ആരാണ് ചായ കുടിക്കും, ആര് ചായ കുടിക്കും ചോദിക്കണം. ആര് ചായ കുടിക്കും. കോൺ ചായ് പിയേഗ, അല്ലെങ്കിൽ ചായ് കോൺ പിയേഗ. ഇനി എനിക്ക് ചോദിക്കണം ആരൊക്കെ ചായ കുടിക്കും, ആരൊക്കെ ചായ കുടിക്കും. അപ്പോൾ ചായ് കോൺ കോൺ പിയേഗ, ചായ് കോൺ കോൺ പിയേഗ. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ ആര്, കോൺ കോൺ എന്ന് പറഞ്ഞാലോ ആരൊക്കെ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ക്യാ ക്യാ എന്തൊക്കെ. കഹ എന്ന് പറഞ്ഞാൽ എവിടെ, കഹ കഹ എവിടൊക്കെ. ഇനി അടുത്തതാണ് കേസെ. കേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ. അപ്പോൾ രണ്ട് തവണ ഒരുമിച്ച് പറഞ്ഞാലോ കേസെ കേസെ, കേസെ കേസെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ, എങ്ങനെയൊക്കെ നടത്താം. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. അപ്പോൾ എനിക്കത് ഒരു അത്ഭുതമായി. ഓ, എങ്ങനെ ഇതെങ്ങനെ ചെയ്തത്, ഇത് എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കണം ഏ കേസെ കിയ, ഏ കേസെ കിയ. എന്ന് പറയുന്നത് ഏ കേസെ കിയ, ഏ കേസെ കിയ.
ഇനി എനിക്ക് ചോദിക്കണം, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് ചോദിക്കണം. ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ചോദിക്കാം, കേസെ കേസെ കിയാ, കേസെ കേസെ കിയാ. രണ്ട് തവണ ഒരുമിച്ച് പറയാം. കേസെ കേസെ കിയാ, കേസെ കിയാ, ഇത് എങ്ങനെ ചെയ്തു. ഇത് കേസെ കേസെ കിയാ, കേസെ കേസെ കിയാ, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നായി. ഓക്കെ, അപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, കേസെ കേസെ എങ്ങനെയൊക്കെ. ഇനി അടുത്താണ് കോൺസ. എന്താണ് കോൺസ? കോൺസ എന്ന് പറഞ്ഞാൽ ഏത്, കോൺസ ഏത്. അപ്പോൾ ഏതൊക്കെ എന്ന് പറയാം, ഏതൊക്കെ. അപ്പോൾ രണ്ട് തവണ ഒരുമിച്ച് പറയാം, കോൺസ കോൺസ, കോൺസ കോൺസ. ഞാൻ പറയാണ്, ഒരു ഉദാഹരണം പറയാണ്. ഇവിടെ ഒരു 2-3 ഐറ്റംസ് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഓക്കെ, ഇതിൽ ഏതാണ്, ഇതിൽ നിങ്ങളുടെ ഏതാണ് ചോദിക്കണം. ഇതിൽ നിങ്ങളുടെ ഏതാണ് എന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കാം, ഇസ്മേ ആപ്കാ കോൺസ ഹെ, ഇസ്മേ ആപ്കാ കോൺസ ഹെ, കോൺസ കോൺസ ഹെ, ഇസ്മേ ഇതിൽ ആപ്കാ കോൺസ ഹെ. ഇനി അടുത്താണ് രണ്ട് തവണ കോൺസ കോൺസ, ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, आपके पास कौन सा कलर है, आपके पास कौन सा कलर है, कौन सा कलर है, कौन सा कपड़े है, कौन सा गाड़ियाँ है, कौन सा എന്നുവെച്ചാൽ ഏതൊക്കെ എന്നുള്ളത്, ഏതൊക്കെ. ഇനി നിങ്ങൾ കാര്യം ചെയ്യാം, ഇതുപോലെ ക്യാ ക്യാ, കേസെ കേസെ, കോൺ കോൺ, കഹ കഹ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ठीक है, तो आपको बहुत बहुत धन्यवाद.